ആഡ്സെൻസ് അക്കൗണ്ട് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ആദ്യം മെയിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുക, എന്ത് കാരണത്താലാണോ ഇത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത് അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ആ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാരണത്താലാണ് ഇത് ബ്ലോക്ക് ചെയ്തിട്ട് എന്നുള്ളത്. അതിന് തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ പോസിറ്റീവ് ഇത് പറഞ്ഞ ഈ ഒരു മെയിലാണ്. അത് നമുക്ക് വേണ്ട ഭാഷയിലേക്കൊക്കെ മലയാളമാക്കാം, ഇംഗ്ലീഷാക്കാം. അതിൽ ഫസ്റ്റ് വൺ അക്കൗണ്ട് സസ്പെൻഡ് ഫോർ ആഡ്സൻസ് കൺട്രി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. ക്രോം ആപ്പിലൂടെ അതിലേക്ക് കയറി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന് കോണ്ടാക്റ്റ് ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഇതാണ് ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഏത് പേരിലാണോ നമ്മുടെ അക്കൗണ്ട് ഉള്ളത്, ഒരു മെയിൽ ഐ ഡി ഉണ്ട്, ഈ സെക്കൻഡറി ഇമെയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. സെലക്ട് വൺ എന്താണ് നമ്മുടെ ഇഷ്യൂ, ആ സെലക്ട് വണ്ണിൽ ആഡ്സൻസിൻ്റെ പ്രശ്നമാണ്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിൽ ആഡ്സൻസ് എന്ന് വരും. പിന്നീട് പേയ്മെൻറ്റ് പ്രൊഫൈൽ ഐ ഡി അതും നാം കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലേതെങ്കിലും ഒരു ഐ ഡി നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ഉള്ള ഒരു സർക്കാർ ഇഷ്യൂ ചെയ്ത ഒരു ഐ ഡി ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൂഫാണ് ഇതിനോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൂടി വരുന്ന ടോട്ടലി നമ്മൾ അഡ്രസ്സൊക്കെ കൂടിയുള്ള ഒരു ഇതിനകത്ത് നാം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. ചോയ്സ് ഫ്രം ഫയലിൽ നിന്ന് ഒരു ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ചെയ്യാം. ഇതിൽ ഞാനെൻ്റെ ഒരു പാസ്പോർട്ട്, എലക്ഷൻ ഐ ഡി ഓർ ഡ്രൈവിംഗ് ലൈസൻസ് എനിത്തിങ് സർക്കാർ ഇഷ്യൂ ചെയ്ത എന്തെങ്കിലും നമ്മുടെ ഒരു ഐ ഡി ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ അതിൽ ഇതേപോലെ അത് ആയിട്ടുണ്ട്. അതിന് ശേഷം ഈ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഐ ഡി കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ താഴെ തന്നെ അതിന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ പിന്നീട് അതിൽ സബ്മിറ്റ് കൊടുക്കണം എല്ലാം ചെയ്തതിന് ശേഷം വേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയ്മെൻറ്റ് സെറ്റിങ്സിൽ ടച്ച് ചെയ്യാം. അതിൽ പോകുമ്പോൾ നമ്മൾ വേറൊരു വിൻഡോയിലേക്ക് നമ്മളെത്തും. ഇങ്ങനെ ഇത് ഓപ്പണായി വരുന്നുണ്ട്. നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. അതിൽ കണ്ടോ ഫസ്റ്റ് വൺ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഐ ഡി. ഇത് ഇവിടെ നിന്നും കോപ്പി ചെയ്ത് അവിടെ നമ്മൾ ആ ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് താഴെ ഭാഗത്ത് കാണുന്ന സബ്മിറ്റ് കൊടുത്താൽ അതിന് ശേഷം ഇനി എന്തെങ്കിലും ഇഷ്യൂസ് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വെരിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഈ മെയിൽ ഐ ഡി വരും. എന്നിട്ട് എന്തെങ്കിലും 48 എന്ന് പറയുന്നേ ഉള്ളൂ, ഒരു ചിലപ്പോൾ 24 hours തന്നെ ഇതിൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവത്തെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.